ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 15-ാം വാക്യം നാം വായിക്കുമ്പോൾ, ദുഷ്ട മനുഷ്യർ നടന്നിരിക്കുന്ന പുരാതന മാർഗം നീ പ്രമാണിക്കുമോ എന്നൊരു ചോദ്യമാണ്. നാം ഭൂമിയിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാമെങ്കിൽ മനുഷ്യരൊക്കെയും നടക്കുന്ന രണ്ട് അതിപ്രധാനമായ വഴികൾ കാണുവാൻ കഴിയാറുണ്ട്. ഒരു പറ്റം ആളുകൾ നന്മയുടെ വഴിയിലൂടെ, സമാധാനത്തിൻ്റെ വഴിയിലൂടെ, ശാന്തിയുടെ വഴിയിലൂടെ നടന്ന് അവർ ജീവനിലേക്ക് പ്രവേശിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. മറ്റൊരു കൂട്ടം ആളുകൾ തിന്മയുടെ വഴിയിലൂടെ, അനീതിയുടെ വഴിയിലൂടെ, അകൃത്യത്തിൻ്റെ വഴിയിലൂടെ, പാപത്തിൻ്റെ വഴിയിലൂടെ നടന്ന് നിത്യനാശത്തിൽ ചെന്ന് പ്രവേശിക്കുന്നതും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെയും ഭക്തനോട് ചോദിക്കുന്നത്, നീ ഏതു വഴിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്? പുരാതന മനുഷ്യരൊക്കെ നടന്നിരുന്ന ദുഷ്ടതയുടെ വഴിയിലൂടെയാണോ നീ നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. 37-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിവർത്തിക്കും എന്നോർപ്പിക്കുന്നതായ വാക്കുകളാണ്. 36-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ 9-ാം വാക്യം പറയുന്നു, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു എന്നോർപ്പിക്കുന്നതായ വാക്കുകളുമാണ്. നമ്മുടെ വഴി ഏതു വഴിയാണ് എന്ന് ആഴമായി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ദുഷ്ടന്മാരുടെ വഴിയിലൂടെയാണ് നാം നടക്കുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ അവസാനം അവർ ചെന്നെത്തുന്നത് എവിടെയായിരിക്കുമെന്ന് ചോദിച്ചാൽ നാശത്തിലായിരിക്കും, വീഴ്ചയിലായിരിക്കും, പരാജയത്തിലായിരിക്കും എന്നോർപ്പിക്കുന്ന വാക്കുകൾ 36-37 അധ്യായങ്ങളിൽ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നുണ്ട്. ദുഷ്പ്രവർത്തിക്കാർ അവിടെ തന്നെ വീഴുമെന്നും അവർ മറിഞ്ഞു വീഴുന്നു, എഴുന്നേൽപ്പാനായിട്ട് അവർക്ക് കഴിയാതെ പോകുന്നു എന്ന് ഓർപ്പിക്കുന്നുണ്ട്. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകുമെന്നും അവരുടെ ജീവിതത്തിൽ അവരെന്നേക്കുമായി തകർന്നു വീഴുന്ന പശ്ചാത്തലമുണ്ടെന്നും ഓർപ്പിക്കുമ്പോൾ തന്നെ നീതിയെ പിന്തുടരുന്നവരുടെ വഴി അനുഗ്രഹത്തിൻ്റെ വഴിയാണെന്നും നീതിമാന്മാരെ യഹോവ താങ്ങുകയും അവരുടെ അവകാശത്തിലേക്ക് അവർ പ്രവേശിക്കുവാൻ അവർക്ക് സാധിക്കുന്നു എന്നും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം നമ്മെ തന്നെ ഒന്ന് സൂക്ഷ്മതയോടെ പരിശോധിച്ചു നോക്കണം. നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി ഏതു വഴിയാണ്? ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ വഴിയാണോ നാം തിരഞ്ഞെടുത്തിട്ടുള്ളത്? അതോ ദുഷ്ടതയുടെയും അനീതിയുടെയും പാപത്തിൻ്റെയും വഴിയാണോ തിരഞ്ഞെടുത്തിട്ടുള്ളത്?
നാം തിരഞ്ഞെടുത്ത വഴിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ അവസാനം ചെന്നെത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ദുഷ്ടന്മാരുടെ വഴി തിരഞ്ഞെടുക്കുന്നവരായിട്ടല്ല, നീതിമാന്മാരുടെ വഴി തിരഞ്ഞെടുത്ത് നിത്യജീവനിൽ കടക്കുവാൻ നമുക്കൊരുങ്ങാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ തിന്മ പ്രവർത്തിച്ച് നിത്യനാശത്തിൽ ചെന്നെത്തുന്നവരായിട്ടല്ല, ഞങ്ങൾ നന്മ പ്രവർത്തിച്ച് നിത്യജീവനിൽ പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അതിനായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.